CGL 2023 ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഡിസ്കൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കൗണ്ടിന്റെ സക്സസീവ് ഡിസ്കൗണ്ട് കണ്ടുപിടിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഡിസ്കൗണ്ടിന്റെ സക്സസീവ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കണം. ഇത് ആദ്യം പറയാം. അപ്പോൾ പേഴ്സൻറ്റേജിന്റെ സക്സസീവ് ഡിസ്കൗണ്ട്, അതായത് പേഴ്സൻറ്റേജിന്റെ സക്സസീവ് ചേഞ്ച്, അത് വരുന്നത് ഇപ്പൊ ഒരു വാല്യൂവിൽ നമ്മൾ എക്സ് പെർസെൻറ്റേജ് ചേഞ്ച് വരുത്താണ്, അത് കഴിഞ്ഞൊരു വൈ പെർസെൻറ്റേജ് ചേഞ്ച് വരുത്താണ്. അങ്ങനെ അവിടെ നെറ്റ് എത്ര പെർസെൻറ്റേജിന്റെ ചേഞ്ച് വരുന്നുള്ളത് നോക്കുകയാണെങ്കിൽ അവിടെ വരാൻ പോകുന്ന നെറ്റ് ചേഞ്ച് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 ആണ്. എക്സ് വൈ ബൈ 100, എക്സ് വൈക്ക് മാത്രമാണ് ഡിനോമിനേറ്ററിൽ 100 വരുന്നത്. ഇതായിരിക്കും അവിടുത്തെ നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് വരാൻ പോകുന്നത്. പറഞ്ഞേക്കുന്നത് ഒരു എക്സ് പെർസെൻറ്റേജ് ചേഞ്ച് വരുത്തി, പിന്നീട് ഒരു വൈ പെർസെൻറ്റേജ് ചേഞ്ച് വരുത്തി, അങ്ങനെയാണെങ്കിൽ അവിടെ നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് വരാൻ പോകുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 20% ഒരു വാല്യൂ 20% കൂട്ടി, പിന്നീട് 10% കൂടി. അപ്പോൾ ആ വാല്യൂ എത്ര പെർസെൻറ്റേജ് ആയിട്ട് മാറേണ്ട, അല്ലെങ്കിൽ ആ വാല്യൂവിൽ നെറ്റ് എത്ര പെർസെൻറ്റേജ് ആണ് ചേഞ്ച് ചെയ്തത് നോക്കുകയാണെങ്കിൽ 20 പ്ലസ് 10 പ്ലസ് 20 ഇൻറ്റു 10 ബൈ 100, 20 ഇൻറ്റു 10 200 ബൈ 100 എന്ന് വരും. അപ്പോൾ അവിടെ 20 പ്ലസ് 10 30 പ്ലസ് ഇവിടെ 2 വരും, 32 എന്ന് വരും. ഓക്കെ. പിന്നെ ഇതിൽ തന്നെ വരുന്ന വേറൊരു കാര്യം, നെഗറ്റീവ് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 20% കൂടി 10% കൂടി എന്നല്ല പറഞ്ഞത്, 20% കൂടി 10% കുറയുകയാണെങ്കിൽ, അതായത് എക്സും മൈനസ് വൈയും വരികയാണെങ്കിൽ അവിടുത്തെ നെറ്റ് ചേഞ്ച് എന്തായിരിക്കും എന്നുള്ളത് സെയിം ഇക്വേഷൻ തന്നെയാണ്. നമ്മുടെ മുകളിലത്തെ അതേ ഇക്വേഷൻ ഇവിടെ വൈക്ക് പകരം മൈനസ് വൈ കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എക്സ് പ്ലസ് ഇവിടെ മൈനസ് വൈ വരും, മൈനസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു മൈനസ് വൈ വരും, അതിനകത്ത് മൈനസ് വൈ വരും. പിന്നെ യൂഷ്വലി പറഞ്ഞ പോലെ ഡിവൈഡ് ബൈ 100 വരും. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ വാല്യൂസ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു 20% ഇൻക്രീസ് ചെയ്തു, പിന്നീട് ഒരു 10% കുറയുകയാണെങ്കിൽ, അപ്പോൾ 20യും മൈനസ് 10ഉം ഇൻക്രീസ് 20യും പ്ലസ് 20യും ഡിക്രീസ് ആയിരുന്നു മൈനസ് 10 എടുക്കുക. അപ്പോൾ അവിടെ വരാൻ പോകുന്നത് 20 പ്ലസ് മൈനസ് 10 പ്ലസ് 20 ഇൻറ്റു മൈനസ് 10 ബൈ 100 എന്നുള്ള രീതിയിൽ വരും. അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇനി ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 10% കുറയാണ് ചെയ്യുന്നത്, അവിടെ മൈനസ് ആണ് വരുന്നത്. അപ്പൊ ഡിസ്കൗണ്ടിന്റെ കേസ് വരികയാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത്, ഡിസ്കൗണ്ട് വരാൻ പോകുന്നത് മൈനസ് എക്സും മൈനസ് വൈയും തന്നെയായിരിക്കും എപ്പോഴും വരാൻ പോകുന്നത്. അപ്പൊ അവിടെ കിട്ടാൻ പോകുന്നത് മൈനസ് എക്സ് പ്ലസ് മൈനസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 പകരം എന്ത് വരും, അവിടെ മൈനസ് എക്സ് ഇൻറ്റു മൈനസ് വൈ, അത് രണ്ടും ഡിവൈഡഡ് ബൈ 100 വരും. അപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ വരാൻ പോകുന്നത് മൈനസ് എക്സും ഒരു 10% കുറഞ്ഞു, പിന്നെ 20% കുറഞ്ഞുള്ള കേസ് പെർസെൻറ്റേജ് അങ്ങനെ വരികയാണ്. അല്ലെ ഡിസ്കൗണ്ട് പറയാണ്, 10% ഡിസ്കൗണ്ടും 20% ഡിസ്കൗണ്ട് രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ അവിടെ വരാൻ പോകുന്നത് മൈനസ് 10 മൈനസ് 20 പ്ലസ് മൈനസ് 10 ഇൻറ്റു മൈനസ് 20 ബൈ 100. ഓക്കെ. ഇത് നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പറയാം. അതായത് ഇപ്പോ ഒരു ഡിസ്കൗണ്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു മൈനസ് എക്സ് മൈനസ് വൈയുടെ ഡിസ്കൗണ്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ആ മൈനസിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട്, മൈനസ് ആണ് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് വൈ ബൈ 100 എന്ന് പറയാം. സെയിം ഇക്വേഷൻ നമ്മൾ മൈനസ് പുറത്തെടുത്തതേ ഉള്ളൂ. അപ്പൊ ഡിസ്കൗണ്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ പഠിച്ചു വെക്കുക. ഡിസ്കൗണ്ട് വരാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. പെർസെൻറ്റേജ് ചേഞ്ച് ആണെങ്കിൽ, സക്സസീവ് പെർസെൻറ്റേജ് ചേഞ്ച് ആണെങ്കിൽ എക്സ് പെർസെൻറ്റേജ് കൂടി വൈ പെർസെൻറ്റേജ് കൂടി, എക്സിന്റെ ചേഞ്ച് വൈയുടെ ചേഞ്ച് വരികയാണെങ്കിൽ അവിടെ നെറ്റ് ചേഞ്ച് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 ആണ്. ഇനി എക്സ് കൂടി വൈ കുറഞ്ഞു എന്നാണെങ്കിൽ അവിടെ എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു മൈനസ് വൈ ബൈ 100 ആണ്. ഇനി എക്സ് കുറഞ്ഞു വൈയും കുറഞ്ഞു എന്നാണെങ്കിൽ മൈനസ് എക്സ് പ്ലസ് മൈനസ് വൈ പ്ലസ് മൈനസ് എക്സ് ഇൻറ്റു മൈനസ് വൈ ബൈ 100 ആണ്. ഇതാണ് ഡിസ്കൗണ്ട് വരുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കുറവാണ്. അപ്പൊ രണ്ട് ഡിസ്കൗണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് മൈനസ് എക്സ് ഇൻറ്റു മൈനസ് വൈ ബൈ 100 എന്ന് പറയാം. അല്ലെങ്കിൽ അതിനെ മൈനസ് പുറത്തെടുത്തിട്ട് ഈ ഒരു രീതിയിൽ പറയാം, എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് വൈ ബൈ 100 എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഡിസ്കൗണ്ട് ആയതുകൊണ്ട് ഈ മൈനസ് ഇല്ലാതെ നമ്മൾ പറയും. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സും വൈയും വരികയാണെങ്കിൽ എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് വൈ ബൈ 100.
ഇതാണ് ഡിസ്കൗണ്ട് വരാൻ പോകുന്നത്. മൈനസ് ഓഫ് എന്നുള്ള വാല്യൂ പുറത്ത് വരും, അതായത് ഡിസ്കൗണ്ട് ഇത്രയും വരും. ഓക്കെ, ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് പോവാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ആദ്യത്തെ സ്കീം പറഞ്ഞേക്കുന്നത്, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഷോപ്പ് കീപ്പർ ഓഫേഴ്സ് ഫോളോയിങ് ഡിസ്കൗണ്ട് സ്കീംസ് ഫോർ ദ ബയേഴ്സ് ഓൺ ആൻ ആർട്ടിക്കിൾ. അപ്പൊ ആദ്യത്തെ സ്കീം വന്നിരിക്കുന്നത് നമ്പർ 1 15% 2 ഡിസ്കൗണ്ട്. 15% 2 ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ -15. നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു ഇക്വേഷൻ വെച്ച് പറയുകയാണെങ്കിൽ 15 + 15 -15 × 15/100, അതായത് 15 + 15 30 എന്ന് എഴുതാം. 30 - 15 × 15/100, അത് 225/100. ഇനി രണ്ടാമത്തെ സ്കീം നോക്കുകയാണെങ്കിൽ അവിടെ എന്താ പറഞ്ഞത്? എ ഡിസ്കൗണ്ട് ഓഫ് 25% ഫോളോഡ് ബൈ എ ഡിസ്കൗണ്ട് ഓഫ് 5%. 25% ഡിസ്കൗണ്ടും അത് കഴിഞ്ഞ് 5% ഡിസ്കൗണ്ടും. നമ്മുടെ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ 25 + 5 30 - 25 × 5/100 വരും, അതായത് 125/100 വരും. ഇനി മൂന്നാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ, മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് 20%-ന്റെയും 10%-ന്റെയും 2 ഡിസ്കൗണ്ട്. അപ്പം 20 + 10 30 - 20 × 10/100 200/100. നാലാമത്തെ നോക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഓഫ് 30%, 4 പറഞ്ഞേക്കുന്നത് 30%, ഡയറക്റ്റ് 30% ഡിസ്കൗണ്ട് ആണ്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള 4 സ്കീംസിലെ ഡിസ്കൗണ്ട്, നെറ്റ് ഡിസ്കൗണ്ട് വരുന്നത്. അപ്പൊ ഇനി ക്വസ്റ്റ്യനിൽ നോക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അണ്ടർ വിച്ച് സ്കീം വിൽ ദ സെല്ലിംഗ് പ്രൈസ് ബി മാക്സിമം? ഏതിലാണ് സെല്ലിംഗ് പ്രൈസ് മാക്സിമം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് മാക്സിമം എപ്പോഴാണ് ആവുന്നത്? നമ്മൾ മിനിമം ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ 4 സ്കീമിൽ ഏതിനാണ് മിനിമം ഡിസ്കൗണ്ട് എന്നാണ്. ഓക്കെ, അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ വാല്യൂസ് വന്നേക്കുന്നത് എല്ലാത്തിലും 30 കിടപ്പുണ്ട്. 30 മൈനസ് ഓരോ വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഹോൾ വാല്യൂ ചെറുതാവണമെങ്കിൽ 30 ഏറ്റവും വലിയ വാല്യൂ കുറക്കണം. 30 ഏറ്റവും വലിയ വാല്യൂ ഏതാ കുറക്കുന്നത്? 225 ആണ് ഏറ്റവും വലിയ വാല്യൂ കുറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ വാല്യൂ, ഏറ്റവും ചെറിയ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മാക്സിമം വരുന്നത് സ്കീം 1-ലാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്തതിൽ എവിടെയെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം, നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ പറഞ്ഞ കാര്യം, നമ്മൾ ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത ഇക്വേഷനിൽ ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്. മൈനസ് എന്താണ് മീൻ ചെയ്യുന്നത്? കുറയുന്നു എന്നുള്ളതാണ്. അതായത് x + y - xy/100ന്റെ ഡിസ്കൗണ്ട് ആണ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് മൈനസ് കളഞ്ഞേക്കുന്നത്. ഡിസ്കൗണ്ട് എന്ന് മൈനസിന് പകരം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞത്, അത്രയേ ഉള്ളൂ.